ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിനെ ബലമായിട്ട് പിടിച്ചു നിർത്തുവാട്ടോ അശ്വിൻ. അതിനുശേഷം പറയുന്നുണ്ട്, നീ എൻ്റെ പേഴ്സണൽ ലൈഫിലൊന്നും ഇടപെടേണ്ടെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ലാവണ്യനെ എന്തെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ പഠിപ്പിച്ചിട്ട് പോകണം, അല്ലാതെ ഇവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി നീ നിൽക്കണ്ട, കേട്ടല്ലോ എന്ന് പറയുവാണ്. ആ സമയത്ത് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട്, എൻ്റെ ചേച്ചിനെ വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ നിന്നെ സഹിക്കണത്, അല്ലെങ്കിൽ എനിക്ക് നിന്നെ സഹിക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറയണേ. മര്യാദയ്ക്ക് ശമ്പളം മേടിച്ച് വായും മൂടിയിട്ട് ഇവിടുന്ന് പൊയ്ക്കോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, സാർ ഇപ്പം ഇത്രയും പറഞ്ഞല്ലോ, കല്യാണം കഴിച്ച എന്താ സാർ കുഴപ്പം? കല്യാണം എന്ന് പറഞ്ഞതേ പരിശുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആണിനും പെണ്ണിനും ദൈവം കൊടുക്കുന്ന അനുഗ്രഹം, നന്നായിട്ട് ജീവിക്കാൻ ദൈവം കൊടുക്കുന്ന അനുഗ്രഹം, കുടുംബം, കുട്ടികൾ, അച്ഛനമ്മ ആവുക, മുത്തശ്ശനാവുക, അതൊക്കെ പറഞ്ഞതൊരു ഭാഗ്യം തന്നെയാണ് എന്നൊക്കെ പറയുവാണ്. അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ഒരു വാക്കും പറയുന്നുണ്ട്, ദുഷ്ടന രീതിയിൽ ഒരു വാക്കും പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി അവിടെ നിന്ന് പോകാൻ അശ്വിൻ ശ്രുതിയുടെ കയ്യിൽ കയറി പിടിക്കണം, ഭയങ്കര ബലത്തിലാണ്ടോ കയറി പിടിക്കണം. ശ്രുതിക്ക് വരത് വേദന ഉണ്ടെങ്കിൽ സർ എന്താ സാറ് കാണിങ്ങനെ കൈ വിടുന്ന് പറയുമ്പോൾ, നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് തീർന്നെന്ന്, പിന്നെ എന്തിനു മുമ്പ് ഓടിച്ചാടി പോണത്? ഞാൻ ഒന്നും പറഞ്ഞ് തീർന്നിട്ടില്ല, ഞാൻ പറയണത് കൂടി നീ ഫുള്ളായിട്ട് കേട്ട് നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. സർ എന്തേ കാണിക്കണേ? കൈ വിട് സർ. ആൻറ്റി ലാവണ്യ മേഡം എന്നെ വിളിക്കുന്നുണ്ട്. നീ ഒച്ചെടുത്ത് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, ഇവിടെ നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ആരും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ശ്രുതി ഒന്ന് പേടിക്കുകയാണ്. നീ പറഞ്ഞല്ലോ ഞാനൊരു ദുഷ്ടനും കണ്ണിച്ചോരയില്ലാത്തവനും ഒക്കെയാണെന്ന്. അതേടി, ദുഷ്ടന്മാരെന്താ ചെയ്യാൻ പോണെന്ന് നിനക്കറിയാവോ? എന്താ ചെയ്യുകയെന്ന് നിനക്കറിയാവോടി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് അശ്വിൻ പോകുവാട്ടോ. കൈ ബലത്തിൽ പിടിച്ചിട്ടാണ് പോണത്. ശ്രുതിയുടെ കൈയൊക്കെ ശരിക്കും ചമ്മന്തി ആവുന്നുണ്ട്. ഭയങ്കര വേദന എടുക്കുന്നുണ്ട് ശ്രുതിക്ക്. ആ സമയത്ത് പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണുകളിൽ നോക്കുമ്പോഴേക്കും ശ്രുതിയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകുവാട്ടോ. പെട്ടെന്ന് ഒരു ഒച്ച വയ്ക്കുമ്പോൾ ശ്രുതിയുടെ കൈ നമ്മുടെ അശ്വിൻ വിടുവാണ്. ആ സമയത്ത് ലാവണ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സാർ പറഞ്ഞ ഫയല് ഞാൻ ഓഫീസിൽ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ പെട്ടെന്ന് ശ്രുതിനെ നോക്കുമ്പോൾ ശ്രുതിയുടെ കണ്ണിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വരുവാട്ടോ. അയ്യോ എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ ദേഷ്യത്തോടു കൂടി മുകളിലേക്ക് കയറി പോവാണ്. അതിനുശേഷം ശ്രുതിയുടെ കണ്ണ് നിറയുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി ASR നിന്നെ വഴക്ക് പറഞ്ഞു അല്ലേ, എന്നോടുള്ള ദേഷ്യം കൂടി ASR തീർക്കണത് നിൻ്റെ അടുത്താണല്ലേ എന്ന് പറയുവാണ്. ക്ഷമിക്ക് ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി സാരമില്ല മേഡം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുവാട്ടോ ശ്രുതി. ലാവണ്യക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലാവണ്യ അവിടെ അങ്ങനെ തന്നെ ഇരിക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അമ്മേനെയാണ്. അവരുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്യാം വരുന്നുണ്ട്. അമ്മേ അച്ഛ ഞാൻ പോകുവാട്ടോ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ അച്ഛൻ ചോദിക്കണ്ടേ, അല്ല മോൻ്റെ ശരിക്കുള്ള വീട് പാലക്കാടാണെന്നല്ലേ പറഞ്ഞ്? അതെ. അപ്പോൾ ട്രിവാൻഡ്രത്തെ മോനെ പരിചയമുള്ള ആരും തന്നെ ഇല്ലേ എന്ന് ചോദിക്കുവാണ്. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അങ്കിൾ. ഉണ്ടെങ്കിൽ പിന്നെ മോനെന്താ ഇവിടെ പെയിൻ ഗസ്റ്റ് ആയിട്ട് നിൽക്കണത്? മോനെ പരിചയക്കാരുടെ അടുത്ത് നിൽക്കണല്ലേ കുറച്ചുകൂടി നല്ലത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമിന് എന്ത് പറയണമെന്നറിയില്ല. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, അത് വേറൊന്നുമല്ല, പരിചയക്കാരുടെ വീട്ടിൽ പോയി നിൽക്കുക, അവർ തരുന്ന ഫുഡും ചിലവിലും നിൽക്കുക, അവരുടെ കുറ്റവും കുറവൊക്കെ കേൾക്കുക, അവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടുക, അതൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരാളുടെ അവതാരത്തിൽ നിൽക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിൽ അതുകൊണ്ട് അച്ഛൻ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുവാണ്. ആ സമയത്ത് അങ്ങനെയാണോ? അതെ. ആ സമയത്ത് അമ്മായി വരുന്നുണ്ട്. അമ്മായി ഞാൻ പോകുവാണ്, 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ, തങ്കഞ്ചേട്ടൻ നിന്നെ അന്വേഷിച്ചായിരുന്നു ശ്യാമോനെ. ഞാൻ കണ്ടോളാം, ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ശരി അച്ഛ, ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അച്ഛൻ്റെ അമ്മയുടെ കാലിൽ ഒന്ന് തൊട്ട് മുത്തിയിട്ടാണ് കേട്ടോ ശ്യാം അവിടെ നിന്ന് പോകുന്നത്. ശ്യാം പോയി കഴിഞ്ഞിട്ട് ശ്യാം വാദിക്കുന്നിട്ട് കേൾക്കുവാണ് ഇവരെന്തിനും പറയുന്നുണ്ടോ. ആ സമയത്ത് അമ്മായി പറയുന്നുണ്ട്, കണ്ടില്ല അശോകേട്ട, എന്ത് നല്ല പയ്യനാ, നമ്മൾ അന്വേഷിച്ച് നടന്നാൽ പോലും ശ്രുതിമോൾക്ക് ഇങ്ങനത്തെ ഒരു പയ്യനെ കിട്ടില്ല. എത്രയും പെട്ടെന്ന് ശ്രുതിമോളുടെ വിവാഹം ഈ പയ്യനായിട്ട് നടത്തണം എന്ന് പറയുക. നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്, നല്ല പയ്യനാണ്, കാഴ്ചയിലും നല്ലതാണ്, സ്വഭാവം വളരെ മോശപ്പെട്ട സ്വഭാവം എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല എന്ന് പറയണം. അതന്നെയാണ് ഞാൻ പറഞ്ഞത് ചേട്ടാ, എത്രയും പെട്ടെന്ന് വിവാഹം നടത്തണം എന്ന് പറയുമ്പോൾ ശ്യാമിനെ സന്തോഷമാവട്ടെ. അത് കേൾക്കണ ശ്യാം മനസ്സിൽ വിചാരിക്കുകയാണ്, ശ്രുതി നിന്നെ അശ്വിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ എനിക്ക് സാധിച്ചില്ല, പക്ഷെ നിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വിളിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ശ്യാം അവിടെ നിന്ന് പോകുവാട്ടോ. അതിനുശേഷം കാണിക്കുന്ന ശ്രുതിനെയാണ്. ശ്രുതി എന്തൊക്കെയോ ആലോചിക്കുന്ന സമയത്ത് ലാവണ്യ ചോദിക്കണ്ടല്ല, ശ്രുതി ഈ ബൾബ് ഇടണ്ടേ? ഇടണം മേഡം, അത് ഹോൾഡറിൽ വെക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ ലാവണ്യ ബൾബ് വെക്കുന്ന സമയത്ത് വെക്കാൻ പറ്റുന്നില്ല. അയ്യോ ഇത് വെക്കാൻ പറ്റുന്നില്ലല്ലോ കാർട്ടൂൺ ബേബി പറയുമ്പോൾ, മേഡം അത് ഹോൾഡർ കറക്റ്റായിട്ട് വെച്ച് ഫിറ്റ് ചെയ്യുമെന്ന് പറയുവാണ്. ആ സമയത്ത് പെട്ടെന്ന് ലാവണ്യ ശ്രുതിയുടെ കൈ പിടിക്കുമ്പോൾ ശ്രുതിക്ക് വേദന ഉണ്ട്. എന്ത് പറ്റി, നിൻ്റെ കൈക്ക് എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല മേഡം എന്ന് പറയുവാണ്. ശ്രുതി ആലോചിക്കുകയാണ്. അശ്വിൻ കയറി പിടിച്ചപ്പോൾ കൈ വേദനിച്ച കാര്യമൊക്കെ ശ്രുതി ആലോചിച്ച് ശ്രുതിയുടെ കണ്ണ് നിറയുവാട്ടോ. അതിനുശേഷം കാണിക്കുന്ന അശ്വിനെയാണ്. അശ്വിൻ റൂമിൽ ഇങ്ങനെ ഇരിക്കുവാണ്. പഴയ കാര്യങ്ങളൊക്കെ അശ്വിനെ ആലോചിക്കുന്നുണ്ട്. അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അഞ്ജലിയുടെ ഒരു വിവാഹ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണൽ ഫംഗ്ഷൻ, എന്തൊരു ഫംഗ്ഷന്, അഞ്ജലി ഒരുങ്ങി മണവാട്ടിനെ പോലെ ഒരുങ്ങി നിൽക്കുവാണ്.
ആ സമയത്ത് അശ്വിൻ ചേച്ചീനെ നോക്കിക്കൊണ്ട് എന്നിട്ട് ചേച്ചി സുന്ദരിയായിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് പുറകിൽ ഒരു ഒച്ച കേൾക്കുവാണ്. അശ്വിനും അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലിയും കൂടി തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ അമ്മ അച്ഛനും കൂടി ആത്മഹത്യ ചെയ്ത ദിവസമാണ് കേട്ടോ അന്ന്. അവർ ആത്മഹത്യ ചെയ്തതാണ് അവർ കാണുന്നത്. അങ്ങനെ അശ്വിനും അതുപോലെ തന്നെ ചേച്ചിനെയും കൂടി അവരുടെ കുടുംബ വീട്ടിൽ നിന്ന് അവരുടെ ചെറിയച്ഛൻ പടിയിറക്കി വിടുന്നതും അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയണതും അവർ കുഞ്ഞാണ്ടോ അന്ന് കെട്ടിപ്പിടിച്ച് കരയണതൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ ആലോചിക്കുന്ന അശ്വിൻ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കുഞ്ഞാന്ന് വിളിച്ചിട്ട്. പെട്ടെന്ന് അശ്വിൻ കണ്ണ് തുറക്കണം. ആ ചേച്ചി എനിക്ക് മനസ്സിലായി, ഈ ദിവസം നീ അച്ഛനും അമ്മേനെയും കുറിച്ച് ആലോചിക്കുമായിരിക്കും അല്ലേ? നാളെയാണല്ലോ ആ ദിവസം, അച്ഛനും അമ്മയും മരിച്ച ദിവസം. എനിക്കറിയാം കുഞ്ഞ, എല്ലാ വർഷവും ഈ ദിവസം അടുക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന വേദനയും വിഷമവും നീ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വിഷമിക്കല്ലേ കുഞ്ഞ എന്നിങ്ങനെ പറയാണ്. നിനക്ക് ഞാനില്ലേടാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ അഞ്ജലിനെ കെട്ടിപ്പിടിച്ച് കരയുവാട്ടോ. അതെ, എനിക്ക് എൻ്റെ ചേച്ചി ഉണ്ടെന്ന് പറയുമ്പോൾ അതെ, നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഞാനല്ലേടാ എന്ന് പറയുമ്പോൾ അതെ, എൻ്റെ ചേച്ചി എനിക്കല്ല, എനിക്ക് എൻ്റെ ചേച്ചി കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റാരും എന്ന് പറഞ്ഞിട്ട് അഞ്ജലിനെ കെട്ടിപ്പിടിച്ച് കരയുവാണ് നമ്മുടെ അശ്വിൻ. ആ സമയത്ത് അഞ്ജലിയും കരയുവാട്ടോ. വിഷമിക്കേണ്ട കുഞ്ഞ എന്ന് പറയാണ്. നാളത്തെ ദിവസം അമ്പലത്തിൽ പോകണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചി, നാളെ പൂജാരിനെ രാവിലെ ഇവിടെ വിളിച്ചുകൊണ്ട് വരണം അല്ലേ, ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് ചേച്ചി എന്ന് പറയാണ്. എന്ന് പറയുമ്പോൾ ചേച്ചി ഞാൻ കുറച്ചു നേരം ഒറ്റക്കൊന്നിരുന്നോട്ടെ എന്ന് പറയാണ്. നീ വിഷമിക്കല്ലേടാ? ഇല്ല ചേച്ചി, ഞാൻ വിഷമിക്കില്ല, ചേച്ചി പോയിക്കോ, ചേച്ചി വിഷമിക്കല്ലേ എന്ന് പറയുവാണ്. അങ്ങനെ അഞ്ജലി പോയിക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അശ്വിൻ പൊട്ടി കരഞ്ഞു പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ അച്ഛനും അമ്മേനെയാണ്. അപ്പോൾ ശ്രുതിയുടെ അച്ഛനടുത്ത് അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിയുടെ കല്യാണക്കാരിയാണോ നീ ചോദിച്ചത്? അതെ, അത് തന്നെ. കേട്ടിടത്തോളം ആ ശ്യാം എന്ന് പറഞ്ഞ പയ്യൻ നല്ല പയ്യനാ, ശ്രുതി മോൾക്ക് പറ്റിയ പയ്യനായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പറയണ, എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട പ്രമീളെ, എനിക്കെന്തോ ചെറിയൊരു സംശയമൊക്കെ തോന്നുന്നു. സംശയമോ? എന്ത് സംശയം? നമ്മളെ പാലക്കാട് നിന്ന് വെച്ച് രക്ഷിച്ചത് അവനാണ് ശരി, അത് കഴിഞ്ഞിട്ട് അവനിവിടെ ശ്രുതിയുടെ അന്വേഷിച്ചിട്ടാണ് ഇവിടെ വന്നതെന്ന് എനിക്കൊരു സംശയം. അത് മാത്രമല്ല, ചില കാര്യങ്ങൾ ഒന്നും ശരിയാവുന്നില്ല, എല്ലാം അന്വേഷിച്ചിട്ട് മതി. പ്രീതിയുടെ കാര്യം ഓർമ്മയുണ്ടല്ലോ, നല്ലൊരു പയ്യനാന്ന് വെച്ചിട്ട് വിവാഹം ഉറപ്പിച്ചിട്ട് എന്തായി? അതുപോലെ ഒരിക്കലും ഇനി ശ്രുതിയുടെ കാര്യത്തിൽ സംഭവിക്കരുത്. അതിന് ശ്രുതിനെ കല്യാണം കഴിക്കാൻ പോണ പയ്യനും ഈ പയ്യനും തമ്മിൽ ഭയങ്കര വ്യത്യാസമില്ലേ അശോകേട്ട എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അമ്മായി വരുന്നുണ്ട്. എന്ത് തീരുമാനിച്ചു അശോകേട്ടാന്ന് ചോദിക്കുമ്പോൾ രാധേ, ഞാൻ പറഞ്ഞില്ലേ, പ്രീതിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഒരിക്കലും ശ്രുതിയുടെ കാര്യത്തിൽ സംഭവിക്കരുത്. ശ്രുതിയുടെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവളുടെ വിവാഹം നടക്കുന്നത്? എങ്ങനെയൊക്കെ ഒരു ചെക്കൻ്റെ ആലോചന വന്നാൽ അവർ ആലോചിക്കുമോ അതുപോലെ നമുക്കും ആലോചിക്കണം. എടുത്തു ചാടി ഒന്നിനും ഞാനില്ല. അതുകൊണ്ട് ഈ ശ്യാമിൻ്റെ കാര്യം നന്നായിട്ട് ആലോചിച്ച് തീരുമാനിച്ചിട്ട് മാത്രമേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. പ്രത്യേകിച്ച് ശ്രുതി മോളുടെ കാര്യമായുണ്ട്. ശ്രുതി മോളുടെ സ്വഭാവം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ. എല്ലാവരോടും അവൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറും. അതുകൊണ്ട് തന്നെ ആ ശ്യാം തെറ്റിദ്ധരിച്ചതായിരിക്കാം അവനോട് അവൾക്ക് ചെറിയ താല്പര്യമുണ്ടെന്ന്. ശ്രുതിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് നമ്മുടെ ശ്രുതിയുടെ അച്ഛൻ പറയാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിമോളുടെ കാര്യത്തിൽ 2 പ്രാവശ്യം തീരുമാനിച്ചിട്ടേ ഞാൻ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഇനി പ്രീതിക്ക് സംഭവിച്ച ഒരു ദുരന്തം ശ്രുതിക്ക് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ശ്യാമിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് മാത്രമേ ഞാൻ ആ വിവാഹം തുടർന്ന് ആലോചിക്കൂ എന്ന് ശ്രുതിയുടെ അച്ഛൻ പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.